ഹലോ എവ്രി വൺ. അപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു കോസ്റ്റർ, അല്ലെങ്കിൽ നമുക്ക് ഇതൊരു 2-in-1 പ്രൊഡക്റ്റാണ്. അതായത് നമുക്കിത് കോസ്റ്ററായിട്ടും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ബൊക്കെ ആയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഇടാമെന്ന് ഞാൻ ഓർത്തു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ബിഗിനേഴ്സിന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു മാജിക് റിങ്ങാണ് ചെയ്യുന്നത്. മാജിക് റിങ് ചെയ്ത് കഴിഞ്ഞിട്ട് 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ 10 ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് ഈ മാജിക് റിങ്ങിൻ്റെ ഉള്ളിലോട്ട് ചെയ്യുക. അപ്പോൾ ഈ ബേസിക് സ്റ്റിച്ചസ് ആയിട്ടുള്ള സ്ലിപ്പ് നോട്ട്, മാജിക് റിങ്, അതുപോലെ തന്നെ ഡബിൾ ക്രോഷേ, സിംഗിൾ ക്രോഷേ എല്ലാം മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അറിയാത്തവർ അത് നോക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി നമ്മൾ സെക്കൻഡ് ഡബിൾ ക്രോഷേ ചെയ്യുവാണ്. അതുപോലെ 10 ഡബിൾ ക്രോഷേ നമ്മൾ ഈ മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ ചെയ്യണം. ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം ഈ യാൺ ഉണ്ടല്ലോ അതങ്ങ് പുൾ ചെയ്യുക. എന്നിട്ട് സെൻറ്റർ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷേ ചെയ്തല്ലോ, ഫസ്റ്റ് ഡബിൾ ക്രോഷേ ചെയ്തതിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് റൗണ്ട് 1 അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മുടെ അടുത്ത റൗണ്ടാണ് റൗണ്ട് 2. അപ്പോൾ 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ആ ഒരു സെയിം സ്റ്റിച്ച് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് ഒരു 2 ഡബിൾ ക്രോഷേ ചെയ്യുക. ഇത് ഫസ്റ്റ് 1. അതുപോലെ തന്നെ ഒരു ഡബിൾ ക്രോഷയും കൂടി ആ സെയിം സ്റ്റിച്ചിലോട്ട് ചെയ്യുക. എന്നിട്ട് ഒരു ചെയിൻ 1 ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ ഇതുപോലെ 2 ഡബിൾ ക്രോഷേ ചെയ്യുക. 2 ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം ഒരു ചെയിൻ 1, വീണ്ടും അടുത്ത സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1, ഡബിൾ ക്രോഷേ, ചെയിൻ 1, അങ്ങനെ ഈ റൗണ്ട് ഫുള്ള് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മൾ ആ ഫസ്റ്റ് ഡബിൾ ക്രോഷേ ചെയ്തല്ലോ അതിൻ്റെ ടോപ്പിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് റൗണ്ട് 3. അതും ഇതുപോലെ തന്നെ 2 ചെയിൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ആ സെയിം സ്റ്റിച്ച് ഉണ്ടല്ലോ അതിലോട്ട് നമ്മളൊരു ഡബിൾ ക്രോഷേ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റിച്ചിൽ
നമ്മൾ 2 ഡബിൾ ക്രോഷേ ചെയ്യും. ഫസ്റ്റ് ഡബിൾ ക്രോഷേ ചെയ്തു, അതുപോലെ തന്നെ സെയിം സ്റ്റിച്ചിലോട്ട് സെക്കൻഡ് ഡബിൾ ക്രോഷേ ചെയ്യുന്നു. എന്നിട്ട് ഒരു ചെയിൻ 1 ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചെയിൻ സ്പേസ്, അതായത് ആ ഒരു ചെയിൻ ഉണ്ടല്ലോ, ആ ഒരു സ്പേസ് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിൻ സ്പേസിലോട്ട് ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. ഒരു ചെയിൻ സ്പേസ് സ്കിപ്പ് ചെയ്തു, എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ചെയിൻ സ്പേസിലോട്ട് ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ചിലോട്ട് നമ്മൾ 2 ഡബിൾ ക്രോഷേ ചെയ്യുന്നു. ഇത് ഫസ്റ്റ് ഡബിൾ ക്രോഷേ, അതുപോലെ തന്നെ ആ സെയിം സ്റ്റിച്ചിലോട്ട് സെക്കൻഡ് ഡബിൾ ക്രോഷേ, അത് കഴിഞ്ഞിട്ട് ചെയിൻ 1 ചെയ്യുന്നു. ഈ സെയിം സ്റ്റെപ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ആ ഒരു ചെയിൻ സ്പേസിനെ സ്കിപ്പ് ചെയ്യുന്നു, എന്നിട്ട് അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുന്നു. അത് കഴിഞ്ഞുള്ള സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷേ ചെയ്യുന്നു, ചെയിൻ 1 ചെയ്യുന്നു. ഈ ഒരു പാറ്റേൺ ഈ ഒരു റൗണ്ട് ഫുൾ റിപ്പീറ്റ് ചെയ്യുക. ഇനി നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷയുടെ ടോപ്പ് സ്റ്റിച്ച് ഉണ്ടല്ലോ, ടോപ്പ് ചെയിൻ സ്പേസ്, അതിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ. എന്നിട്ട് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് റൗണ്ട് 4 ആണ്. സെയിം പോലെ തന്നെ 2 ചെയിൻ സ്റ്റിച്ച് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ആ സെയിം സ്റ്റിച്ചിലോട്ട് നമ്മളൊരു ഡബിൾ ക്രോഷേ ചെയ്യും. എന്നിട്ട് അടുത്ത സ്റ്റിച്ചിലോട്ടും ഒരു ഡബിൾ ക്രോഷേ ചെയ്യും നമ്മൾ. അടുത്ത സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷേ ചെയ്യും. ഇപ്പം നിങ്ങൾക്കിതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മൾ ഓരോ റൗണ്ട് കൂടുന്തോറും നമ്മുടെ ആ ഒരു സ്റ്റിച്ചസിൻ്റെ എണ്ണം കൂടും. അപ്പം നമ്മൾ ഒരു ചെയിൻ സ്പേസിന് മുമ്പുള്ള എത്ര ഇതാണോ അതിൻ്റെ ഓരോ ഡബിൾ ക്രോഷേ വെച്ച് ചെയ്യും. ലാസ്റ്റത്തെ ഇതിൽ 2 ഡബിൾ ക്രോഷേ. അങ്ങനെയാണ് ഇത് ഓരോ റൗണ്ടും വരുന്നത്. ഇത് ഇപ്പം നമ്മൾ ഒരു ചെയിൻ സ്പേസ് സ്കിപ്പ് ചെയ്തിട്ട് തൊട്ടടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുവാണ്. ഒരു ഡബിൾ ക്രോഷേ ചെയ്യണം. എന്നിട്ട് അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ, അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1 ചെയ്യുക. എന്നിട്ട് ചെയിൻ സ്പേസ് സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യണം. ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷയിലോട്ട് അതിൻ്റെ ആ ടോപ്പ് പോർഷനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നു. എല്ലാ റൗണ്ടും കംപ്ലീറ്റ് ചെയ്യുന്ന ഈ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടാണ്.
അപ്പോൾ നമ്മുടെ റൗണ്ട് 5 സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് വിത്ത് 2 ചെയിൻ സ്റ്റിച്ച്. ഇത്തവണ നമ്മൾ സെയിം സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുന്നു. എന്നിട്ട് അടുത്ത 2 സ്റ്റിച്ചിൽ ഓരോ ഡബിൾ ക്രോഷേ വീതം ചെയ്യുന്നു. എന്നിട്ട് ലാസ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷേ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടൊരു ചെയിൻ 1 ചെയ്യുന്നു. ചെയിൻ സ്പേസ് സ്കിപ്പ് ചെയ്യുന്നു. അത് ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നു. റൗണ്ട് കംപ്ലീറ്റ് ആക്കുന്നത് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ടാണ്. അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ, അത് കഴിഞ്ഞ് നമുക്കൊരു സ്റ്റിച്ച് കൂടിയുണ്ട്. അവിടെ 2 ഡബിൾ ക്രോഷേ ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ചെയിൻ സ്പേസ് സ്കിപ്പ് ചെയ്യുക. ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. റൗണ്ട് കംപ്ലീറ്റ് ആക്കാൻ ഫസ്റ്റ് ഡബിൾ ക്രോഷയുടെ ആ ടോപ്പ് സ്റ്റിച്ചിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. റൗണ്ട് 6 എന്ന് പറയുന്നത് വീണ്ടും സ്റ്റാർട്ട് വിത്ത് 2 ചെയിൻസ്, 1 DC in the same stitch, 1 DC in the next 3 stitches, 1 DC each in the next 3 stitches. എന്നിട്ട് ലാസ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷേ ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, സ്കിപ്പ് ചെയിൻ ചെയ്യുക. ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. ചെയിൻ സ്പേസ് സ്കിപ്പ് ചെയ്യുക. അടുത്ത 4 സ്റ്റിച്ചിൽ ടോട്ടൽ 5 സ്റ്റിച്ചസ് നമുക്ക് കാണാൻ സാധിക്കുക ഒരു സ്പേസിന് മുമ്പായിട്ട്. അപ്പോൾ 4 ഡബിൾ ക്രോഷേ ഓരോ സ്റ്റിച്ചിലും ചെയ്തിട്ട് ലാസ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷേ ചെയ്യുക, ഒരു ചെയിൻ ചെയ്യുക. അങ്ങനെ ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് റൗണ്ട് 6ൻ്റെ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. എല്ലാ തവണയും ചെയ്യുന്ന പോലെ ടോപ്പ് പോർഷനിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പം നമ്മൾ ഈ ടോട്ടൽ 6 റൗണ്ട്സ് ആണ് ചെയ്യുന്നത്. യാൺ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊന്ന് വലിച്ച് ടൈറ്റാക്കുക. ഇതാണ് അപ്പം നമ്മുടെ ബേസ് വരുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കിൽ നമ്മുടെ സ്റ്റാർട്ടിങ് യാണുണ്ടല്ലോ അതുണ്ട്, അത് നമുക്ക് ഇതിലൂടെ ഒന്ന് വീവ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഇടയ്ക്കോട്ട് ഹൈഡ് ചെയ്യുക. അപ്പം നമുക്ക് നീഡിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ക്രോഷേ ഹുക്ക് യൂസ് ചെയ്തും നമുക്ക് വീവ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ റിമൈനിങ് യാൺസ് ഹൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത പാർട്ടിൽ ഫ്ലവറും ലീഫും ചെയ്യാം.